2.5 ഏക്കറുള്ള ബിൻസി ചേച്ചിയുടെ ഫാം കാണാനാണ് ഞാൻ വന്നേക്കുന്നത്. ചേച്ചിയുടെ വീട്ടിലാണ്. രാവിലെ ഏകദേശം 8:30 ആയില്ലേ ചേച്ചി? വന്നു എന്നോട് 8:30 വരാനാ പറഞ്ഞത്, പക്ഷെ ഞാൻ 8:30 മുന്നേ വന്നു. ചേച്ചിയുടെ ഫാം ചേച്ചി പുതിയതായിട്ട് ഈ വീട്ടിലേക്ക് വന്നിട്ട് 6 മാസം ആയതേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാ അപ്ഡേഷനും അറിയാം. ഞാൻ പറയേണ്ട തന്നെ ചേച്ചി ഇപ്പം ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അപ്ഡേഷനും ഇടും അല്ലേ. അപ്പം ചേച്ചിയുടെ ഈ വീട്ടിലെ ഏകദേശം 2 ഏക്കറിലല്ലേ, 2 ഏക്കറിൽ കൃഷിയാണ്. ഒരു കുട്ടി കർഷകൻ രാവിലെ അവിടെ വന്ന് നിൽപ്പുണ്ട്. ഹായ്. കക്ഷി രാവിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചിയുടെ ഇളയമോൻ അല്ലേ, ഇളയമോൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ്. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എനിക്കൊന്ന് ചേച്ചി ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ടോ ഇതിൻ്റെ? ഇല്ലല്ലോ, ഫുള്ളായിട്ട് കാണത്തില്ല, ഇട്ടിട്ടില്ല. അപ്പം ഞങ്ങളാണ് അന്ന് തരുന്നത്. ഞങ്ങളത് കോൺട്രാക്ട് എടുത്ത് പോവാം. പിന്നെ ചേച്ചീനെ സ്ഥിരം പറയുന്ന 1-2 സാധനമുണ്ട്. ചേച്ചി ബിൻസേച്ചിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ഒരു എന്താ വെച്ച് ഷർട്ട്, ചേട്ടായുടെ ഷർട്ട് എന്തേ? ഷർട്ട് വേണം വേണ്ട അല്ലേ, ചോദിച്ചതേ ഉള്ളൂ. അപ്പം ചേച്ചീൻ്റെ നൈറ്റിയിലും ഷർട്ടിലും പിന്നെ ഈ തലയിൽ കിട്ടുന്ന സാധനത്തിലും അത് ഉണ്ടായിരുന്നു. അതങ്ങനെ ഞങ്ങൾ കർഷകരല്ലേ, ഞങ്ങൾ അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. ചേച്ചി ഞങ്ങൾക്ക് കുറച്ച് ഇതല്ലേ വട്ടിയും വട്ടിയുമായി നമുക്ക് പോവാം. അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്ത് പറിച്ചോണ്ട് വരുന്നുണ്ട്. ചേച്ചി എല്ലാം ഇന്ന് കുക്ക് ചെയ്ത് തരും. ചേച്ചി കൃഷി മാത്രമാണ് ചേച്ചിക്ക് കഴിക്കാൻ. കുക്ക് ചെയ്ത് തന്നിട്ട് കഴിക്കാനിരിക്കുവായിരുന്നു ഞാൻ. ചേച്ചി ഞാൻ കറി വെച്ചിട്ട് ചേച്ചി കഴിച്ചത് എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. പക്ഷെ നമ്മൾ രണ്ടുപേരും ഒരേ നാട്ടുകാരല്ലേ ചേച്ചി, അപ്പൊ നമുക്ക് ടേസ്റ്റ് ഒക്കെ ഒരേപോലെ. ഇടുക്കിയും കോട്ടയം എടുത്തൊരു കൂട്ടുകാരിയുണ്ട്, അവള് തൊടുപുഴയിലാ. അവൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ വീഡിയോ കണ്ടി നമുക്ക് എനിക്ക് തോന്നുന്നു കോട്ടയം ഇടുക്കിയല്ലേ ഏകദേശം ടേസ്റ്റ്, കാരണം നമ്മുടെ മേക്കിംഗ് ഒക്കെ ഒരേപോലെ. അല്ല ചേച്ചി അതൊക്കെ പറയണം ചേച്ചി. അയ്യോ ചേച്ചിയോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഫസ്റ്റ് ഓഫ് ഓൾ ഇത്ര അസാധ്യമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. എന്നുവെച്ചാൽ പണ്ട് നമ്മൾ കർഷകരെന്ന് കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് എൻ്റെ കാരണന്മാരും പറമ്പി പണിക്ക് പോകുന്ന ആരുടെയെങ്കിലൊക്കെ വീട്ടിലെ പണിക്ക് പോകും. പിന്നീട് നമ്മൾ സ്വന്തമായിട്ടൊരു കൃഷി കാര്യങ്ങളിലേക്ക് വരുന്നത് അത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. അത് നമ്മുടേതെന്ന് പറയുന്നൊരു സാധനമാണ്. മറ്റേത് ഞാനും കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്ന, ഞാനും ചേട്ടായി ഇലക്കാട്ടില് കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്ന. അതാ പറഞ്ഞ ആ പണിക്ക് പോകുമ്പോൾ നമുക്ക് കൃത്യം രാവിലെ എണീക്കണം, പോണം. അതിന്റെ കിട്ടുന്ന കാശിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അല്ല നമുക്കൊരു പ്രതീക്ഷയാണ്, ശനിയാഴ്ച കിട്ടൂല്ലോ, ഉറപ്പാണ്. കിട്ടൂല. അത് തന്നെ. ഇതങ്ങനെയല്ല ചേച്ചി, നമ്മൾ ആദ്യമായിട്ട് ഇത്രയും ഒരു സ്ഥലത്തിന് ചേച്ചി, ഞാൻ ആദ്യം പോലെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു. ചേച്ചി സ്വന്തമായിട്ട് അത്രയും, നിങ്ങൾ വാടകയ്ക്കായിരുന്നല്ലേ ആ സമയത്ത്, പാട്ടത്തിനൊക്കെ എടുത്ത് അതൊക്കെ ചെയ്യാൻ തന്നെ ഒരു എന്താ പറയുക, ധൈര്യം വേണം ചേച്ചി. അല്ല എനിക്ക് തോന്നുന്നു ആദ്യ സമയം നമ്മൾ പെട്ടുപോയതാ. ആദ്യം നമ്മൾ വലിയ പ്രതീക്ഷയോടെ ഇറങ്ങി പെട്ടുപോയി ശരിക്കും പറഞ്ഞാല്. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ആകെപ്പാടെ ഉണ്ടായിരുന്ന 9 സെന്റ് സ്ഥലം പണയം വെച്ചിട്ടാണ് പാട്ടത്തിനെടുത്തത്. പണയം തിരിച്ചെടുക്കണേ. ഇവിടെ 2018 വെള്ളപ്പൊക്കമൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ. ആ സമയത്ത് പട്ടിണിയൊക്കെ കിടക്കേണ്ട ഒരു ഇതൊക്കെ വന്നേ. അപ്പോൾ ആ ഒരു സമയത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകണമെങ്കിൽ അവർ മാറണമെങ്കിൽ നമ്മൾ അവരോട് മേടിച്ച കാശ് കൊടുക്കണം. ഇവിടെ നിൽക്കണമെങ്കിൽ വേറെ ഇതുണ്ടാവണം. പക്ഷെ അതിൽ നിന്നൊക്കെ എങ്ങനെ കരകയറി വന്നെന്ന് ചോദിച്ചാൽ ഇപ്പൊ എനിക്ക് അത്ഭുതമാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മളെ സോഷ്യൽ മീഡിയ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി ഒരുപാട്. ചേച്ചി ഇന്നലെ ആണോ ചേച്ചി ഭയങ്കര കരഞ്ഞൊക്കെ നിലവിളിച്ചൊക്കെ ഇട്ടേക്കുന്നത്? ചിലപ്പോ നമുക്ക് ഭയങ്കര സങ്കടം വരും. കാരണം നമ്മൾ സത്യസന്ധമായിട്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് നമ്മളെ മനസ്സിലാക്കുന്നില്ല? ഇതേ നമ്മളെപ്പോലുള്ള ശുദ്ധ ആൾക്കാരുടെ പ്രശ്നമാണ്. അതെന്നറിയോ, എല്ലാരും നല്ലത് പറയണം. നമ്മൾ ഒരു കാലത്ത് വിചാരിക്കും നമ്മളെ ശുദ്ധഗതിക്കാർ നമ്മൾ അങ്ങനെ അല്ലല്ലോ, നിങ്ങൾ ഉദ്ദേശിച്ചു വളഞ്ഞു തിരിഞ്ഞു നമുക്കൊരു ഫീൽ ഉണ്ട്. അത്രയും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തെന്ന് ചേച്ചി എനിക്ക് ഞാൻ കുറേ നാളെ മുന്നേ കരുതി വെച്ചൊരു സാധനമുണ്ട്. ലിപ്സ്റ്റിക് പറ്റിയൊന്നുമില്ലല്ലോ, ചുവപ്പിരുന്നോട്ടെ. എല്ലാവരും ചേച്ചി ഒന്ന് ഒരുങ്ങിയൊക്കെ എന്നിട്ട് ഇങ്ങനെ കുക്കറി ഷോ ഒക്കെ നടത്തുന്ന ചേച്ചി ഇനി മുതൽ ഇത് തക്കാളി എന്നൊക്കെ പറഞ്ഞു നോക്കും. ചിലപ്പോ വീഡിയോക്ക് അത്ര നെഗറ്റീവ്. ശരിയാ, പെട്ടെന്ന് വരലാവും. ഇതേ നമ്മൾ ആദ്യം തന്നെ ചേച്ചിയുടെ ഇതിലേക്ക് കയറി. ഇത് ചേച്ചിയുടെ ഇവിടെ നിന്നാണ്. ഇതാണ് കഴിഞ്ഞ മഴയത്ത് മുഴുവൻ നശിച്ചു പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചതാണ്, പക്ഷെ പോയില്ല അല്ലേ. ഇത് ചേച്ചി ഇത് മറ്റേ ആ കുഞ്ഞു ഡപ്പ അല്ലെങ്കിൽ ഈ പഞ്ചായത്തിൽ നിന്ന് എന്തോ കിട്ടുന്ന കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന അതിനകത്ത് വെച്ച് മുളപ്പിച്ചെടുക്കുന്ന ആണല്ലേ. ഇതാണല്ലേ നമ്മളത്. ഇത് എന്തോരം ഉണ്ട് ചേച്ചി അവിടെ വരെയോ? ഇത്രയും ഭാഗം ഇങ്ങനെ. നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 1-2 സാധനം മാത്രമല്ല ചെയ്യുന്നത്, എല്ലാം ചെയ്യണം. കാരണം ഇനിയിപ്പോ കൃഷിയൊക്കെ കാണാനായിട്ട് ഒരുപാട് പേര് വരാനൊക്കെ തുടങ്ങും. അപ്പൊ അവര് വരുമ്പോ അവർക്ക് പല വിധമായിട്ടുള്ള പച്ചക്കറികളും മേടിച്ചുകൊണ്ട് പോകണം. അതുപോലെ തന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലല്ലേ കൊടുക്കുന്നത്, അവർക്കും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി എന്ന് പറയുമ്പോൾ വന്ന് മേടിക്കാം. പല വെറൈറ്റി കാണണം. ചേച്ചി ഇത് മറ്റേ അല്ല ചൈനീസ് ക്യാബേജ്. ഇതിന്റെ എല്ലാം ചുമ്മാ തിന്നാവുന്നല്ലേ അല്ലേ? ചുമ്മാ അരിഞ്ഞിട്ട് കഴിക്കാം. അല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നമുക്കെല്ലാം തോരനാണേ.
അത് തന്നെ. ഇത് നമ്മുടെ ഇത് ബ്രൊക്കോളി. 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 അപ്പൊ ഇതിനിടയ്ക്ക് നമ്മൾ ബീൻസ് ഇട്ടിട്ടുണ്ട്. ഇത് ഹൊസൂർ ബീൻസ്. ഹൊസൂറോ? ഇത് പറിച്ചിട്ടില്ല, ആദ്യത്തെയാ. നമുക്ക് നോക്കാം, നമുക്ക് ഇന്ന് പറിക്കാനുണ്ടോ എന്ന് നോക്കാം. അതുപോലെ ശരണ ഇന്ന് നമുക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മീനും തക്കാളിക്കായും കൂടെ. ഓക്കെ ഓക്കെ ഓക്കെ. പഴുത്തതാണോ അതോ അല്ല, പച്ച തക്കാളി. പച്ച തക്കാളി. അപ്പൊ നമുക്ക് ദേ അങ്ങോട്ട് മാറിയിട്ട് ദേ അവിടെ പറിക്കാം. ഞാൻ ഇന്നാളെ ശരണി അങ്ങ് വിളവ് കൊടുത്തു. ഞാൻ വേണ്ട ചേച്ചി ഇതൊക്കെ ഞാൻ പറയട്ടെ, ഞാൻ ഇന്നാളെ മിനി ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയുടെ ഒരു കൃഷി സ്ഥലത്ത് പോയി. എന്റെ കൂട്ടുകാരി. അവിടുത്തെ തക്കാളിക്ക് എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിയാവോ? അത് പറിച്ച് ഫ്രഷ് ആയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഏതാ ചേച്ചി തക്കാളിക്ക് പറിക്കേണ്ട? നമുക്ക് ഇത് തീർന്നു. നമുക്ക് പച്ച തക്കാളിക്കാ മതിയല്ലോ. ഇതാണ് ചേച്ചി, മൂത്തതാണോ എല്ലാം? അല്ല അല്ല, അത് തന്നെ, അത്രേ ഉള്ളൂ. അത് മൂത്തതാണോന്ന് എടുക്കാം. ഇത് പറിക്ക്, എന്റെ കൂടെ ഇങ്ങനെ പോകുന്നു. ഓരോന്നോരോന്ന് പറിക്കാവുള്ളോ? അല്ലെ നമ്മൾ കത്രിക കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് ആവശ്യമുള്ളത് പറിച്ചോ ചേച്ചി. പഴുക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ പച്ച നമുക്ക് ആയി വരുന്നതേ ഉള്ളൂ. 3 മതിയോ നമുക്ക്? അതുകൂടെ കൂട്ടി 4 ആയല്ലോ ചേച്ചി. എന്ത് ചെയ്ത് ഓക്കെ. പറിക്കാനൊക്കെ സുഖമല്ലേ? പറിക്കാൻ സുഖം. അതല്ലേ പറഞ്ഞ, ഞാൻ പിടിക്ക് പോരുവാന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ കൂടെ പോന്നു കഴിഞ്ഞ്. ഇത് നല്ലതാണോ? ഇവന് പിന്നെ ഇടയ്ക്ക് കയറി ഇരിക്കടാ, വാടാ ഇവിടെ. ചേച്ചി ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇത് ഞാൻ പറിക്കട്ടെ. ഇത് ഇച്ചിരി ഇതാണ് ഞാനേ ഇവിടെ വരുന്നവരോടൊക്കെ സ്വന്തമായിട്ട് പറിച്ചോളാൻ പറയും കേട്ടോ. എന്തുകൊണ്ടാണെന്ന് അറിയാവോ? അത് കൊള്ളത്തില്ല, പിന്നെ അത് പച്ചയല്ല. പിന്നെ സ്വന്തമായിട്ട് പറിച്ചോളാൻ പറയും. അതെന്താണെന്നറിയോ? പറിച്ച് ആവേശം മൂത്ത് 1 കിലോ പറിക്കാൻ പോകുന്നവര് 4 കിലോ പറിക്കും. ചേച്ചി ഇങ്ങനെ എടുക്കുന്ന ചേച്ചി ടെക്നിക്ക് പറഞ്ഞോ. എനിക്ക് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇത് പറിക്കാൻ വേണ്ടിട്ട്. നമ്മൾ പറിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല. ഞാൻ ചെറുതായിട്ട് കുഴപ്പമില്ല. അത് പുഴു കുത്തിയതായിരിക്കും. അതെ, അതുകൊണ്ടാണ് കാരണം അത് കളയാലോ. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു പുഴു വയറ്റിൽ ചെല്ലുന്നത് നല്ലതാ. ഇവിടെ എന്നൊക്കെ ചേച്ചി വളമായിട്ട് ഉപയോഗിക്കുന്നത്? നമ്മൾ ആദ്യം ഇതിന് മണ്ണിന്റെ pH ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് കുമ്മായമോ ഡോളോമേറ്റോ അതെന്താണോ കിട്ടുന്നത് അത് ആദ്യം ഇടും. അതായത് നമ്മളിങ്ങനെ മണ്ണ് കിളച്ചിളക്കി ഇട്ടിട്ട് ഈ കുമ്മായമോ ഡോളോമേറ്റോ അങ്ങ് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കാടവളമാണ്, നമ്മുടെ തന്നെ കാടയുടെ വളം നന്നായിട്ട് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു DAPയുടെ കുറച്ച് തരികൾ കൂടെ ഇട്ട് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ഈ ഷീറ്റ് ഇട്ടങ്ങ് മൂടും. ഈ ഷീറ്റ് ഇട്ട് മൂടി കഴിയുമ്പോഴേക്കും ഇതിനകത്ത് മണ്ണിനകത്ത് നന്നായിട്ട് സെറ്റ് ആവും എല്ലാം കൂടെ. അതൊരു 5-8 ദിവസം അങ്ങനെ ഇട്ടേക്കും. എന്നിട്ട് ഇതുപോലെ ഹോൾ ഇട്ടിട്ട് ചെയ്തു കൊടുക്കും. ഈ ഹോള് വിദേശ രാജ്യങ്ങളിൽ കാണുന്നത് പോലെ മിഷൻ ടെക്നിക്കാണോ അതോ വട്ടത്തിൽ കണ്ടിച്ച് എടുക്കുകയാണോ? ചുമ്മാ കുത്തുന്നു. ചേച്ചി നമ്മുടെ ക്യാബേജ്, റെഡ് ക്യാബേജ് ചോപ്പ് നമ്മൾ മേടിക്കാൻ കിട്ടത്തില്ല, വയലറ്റ് ക്യാബേജ്. ഈ ഒരു തട്ടില് ക്യാബേജ് തന്നെയാണല്ലേ കൂടുതൽ ഇട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ ഓരോ ലെയറിൽ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. അല്ല ശരിക്കും ഈ ക്യാബേജ് തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ ലെയർ ആയിട്ട് തന്നെയാണ് കൃഷി ചെയ്യുന്നത് അല്ലേ? പാടത്തിലല്ലല്ലോ ഇതിങ്ങനെ ലെയർ ആയിട്ടല്ലേ? ലെയർ എന്ന് പറഞ്ഞാൽ തട്ട് തമിഴ്നാട്ടിലൊക്കെയാണോ ഉദ്ദേശിച്ചത്? പാടത്തിലൊക്കെ എന്ന് പറയുമ്പോ ഇതുപോലെ അല്ലല്ലോ, നമുക്ക് തട്ടില്ലല്ലോ അവിടെ. ഇത് ഇങ്ങനെ നമുക്ക് സ്ലോപ്പിംഗ് ഉണ്ട്, ഇത് ചെരിവുണ്ടല്ലോ, അതായത് ചോദിച്ചാൽ തട്ടായിട്ട് തന്നെ എടുത്താണ് ഇത് കൃഷി ചെയ്യുന്നതെന്ന് വെച്ചാൽ. എങ്ങനെ വേണേലും ചെയ്യാം, നമുക്ക് തട്ടായതുകൊണ്ട് നമ്മൾ അങ്ങനെയെന്നേ ഉള്ളൂ അല്ലേ? ബീൻസ് ഒക്കെ ഇത് ഈ ഒരു അറ്റത്ത്, ബീൻസ് അങ്ങോട്ട് അകത്തോട്ടുണ്ട്. അസാധ്യ ഐഡിയ ആണ് കേട്ടോ. നമ്മളത് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം.